എടി ഈ സാരി ഉടുത്തിട്ട് നിന്നെ കാണാൻ എന്താ ഭംഗി അറിയാ, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ചേട്ടാ പണ്ട് തന്നെ ആ ദുബായിക്കാരൻ ഗോപാലൻ പെണ്ണാണാൻ പറഞ്ഞു, എന്നിട്ട് ഈ സാരി ഉടുത്താൽ മതിയായിരുന്നു. അതെന്താ നീ ഒരു അർത്ഥം വെച്ചിട്ടുള്ള സംസാരം? ആ ഗോപാലനെ നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടിരുന്നാ? അതല്ലപ്പാ, എനിക്ക് വയസ്സ് കൂടിയെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ കല്യാണം നടക്കാൻ ഇനി. എനക്ക് ഓനൊന്ന് കാണണമായിരുന്നല്ല. പണ്ട് നിന്നെ പെണ്ണ് കാണാൻ വന്ന ഗോപാലൻ ഇപ്പൊ എവിടെയാന്ന്? ഓനെങ്കിൽ മേലെ എത്തിയില്ലേ? മേലെ എത്തിയ അത് എവിടെയാന്ന്? ഓൻ്റെ ഓള് എന്തോ അപകടത്തിൽ മരിച്ചു. നീ ഓനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ നീയും ചത്താനെ. നിങ്ങളെ കിട്ടിയത് ഭാഗ്യായിപ്പാ. എന്നെ കിട്ടിയതുകൊണ്ട് നീ ഭാഗ്യവതി, ഞാൻ നിർഭാഗ്യവാൻ. നടക്കട്ടെ നടക്കട്ടെ. അല്ല ഏട്ടാ, ഈ സാരിയിൽ എങ്ങനെയുണ്ട്? നിന്നെ ഇപ്പൊ കണ്ടാല് മറ്റേ എവളെ പോലെയുണ്ട്. എന്നാ പറയണ്ട്, മറ്റേ ഇതില്ലേ, ഓ ലോകസുന്ദരിയാന്നാ വിചാരിച്ചത്. അതന്നെ അതന്നെ അതന്നെ. ഈ സാരി ഉടുത്തിട്ട് പലരും കാണിക്കണ്ടേ? എവിടെയാ പോവാപ്പാ? ഈ സാരി ഉടുത്തിട്ട് അത് നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അമ്മയുടെ കല്യാണത്തിന് പോയിക്കോ. ഓ അത് ശരി തന്നെ. പൊട്ടത്തി. ചേടാ, അമ്മായിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എന്റെ മാമന്റെ ഭാര്യയല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മാമന്റെ കല്യാണത്തിന് പോയിക്കോ. എന്റെ മാമന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എടാ, എല്ലാരും കല്യാണവും കഴിഞ്ഞു. ഇനിയൊരു കാര്യം ചെയ്യ്, നീ നിന്റെ കല്യാണത്തിന് ഈ സാരി കൊടുത്തോ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷത്തായി മനുഷ്യ. നിങ്ങളെ കല്യാണത്തിന് ഈ സാരി എടുത്തിട്ട് വരാം. എന്റെ കല്യാണം കഴിഞ്ഞു, നീയല്ലേ എന്റെ ഭാര്യ, പെട്ടുപോയി, എന്താ ചെയ്യാ? എന്നാ പിന്നെ മനുഷ്യ, നമുക്കൊന്നും കൂടെ കല്യാണം കഴിക്കാം. എന്നാ എനിക്ക് ഈ സാരി ഉടുക്കും ചെയ്യാം. ഞാൻ നിന്നെ വീണ്ടും കെട്ടാനാ? അയ്യോ.